സുഹൃത്തുക്കളെ, ഈ റിപ്പോർട്ടർ ചാനലിലെ അരുണിനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഫേക്കാണെന്നുള്ളത് എനിക്കറിയാം. ഈ അരുണ് പിന്നെ ന്യൂസ് സെൻസ് ഉണ്ട്, കാര്യം എവിടേക്ക് ഏതൊക്കെ ഏത് റീച്ച് കിട്ടും എന്നുള്ളത്. ന്യൂസ് സെൻസ് എന്നുള്ളതിനപ്പുറത്ത് ഏതിൻ്റെ റീച്ച് കിട്ടും എന്നുള്ളത് ന്യൂസ് സെൻസ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, ഓൺലൈൻ മീഡിയയിലാണെങ്കിലും വിഷ്വൽ മീഡിയയിലാണെങ്കിലും ആരും യഥാർത്ഥമായിട്ട് മാധ്യമപ്രവർത്തകരായിട്ടില്ല. ആകെയുള്ളത് പ്രിന്റ് മീഡിയയിലുള്ളവർ മാത്രമേ ഉള്ളൂ. മറ്റേത് ഒച്ചവിളി ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളെ സുജയപാർവതി പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലേ, ഇല്ല വരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി വരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിനകത്ത് കയറിയിട്ട് ഒച്ചവിളിയൊക്കെ ഉണ്ടായത്. ഇത് പിന്നെ ഉമ്മൻചാണ്ടി അല്ലാതെ പിന്നെ അവളാരെങ്കിലും ആണോ മരിച്ചു എന്നുള്ളത് നമുക്ക് തിരിച്ചു ചോദിക്കാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല. ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈകാരികമായിട്ട് എന്നാൽ പിന്നെ ഉമ്മൻചാണ്ടിയുടെ പൊളിറ്റിക്സിനോട് വന്നാൽ പോലെ അത് നിന്നിട്ടില്ല. അപ്പോൾ ഈ ഇമാതിരി നാടകങ്ങളും കോപ്രായങ്ങളും ഒക്കെ ഉണ്ട് ഈ ഓൺലൈൻ മീഡിയ രംഗത്തും സാറ്റലൈറ്റ് ചാനലുകളുടെ രംഗത്തും ഒക്കെ അതുണ്ട്. പക്ഷെ ഇന്ന് ഡോക്ടർ അരുൺ അവിടുന്ന് അങ്കോളയിൽ നിന്ന് ഈ മണ്ണ് എടുപ്പിനിടയിൽ പരിക്ക് പറ്റിയൊരു പട്ടി അവിടെ ഈ ചായക്കട നടത്തുന്ന സമയത്ത് ചായക്കടക്കാരുടെ അടുത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് പിന്നെ അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ച ഒരു ജീവിയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ കണ്ടപ്പോണ്ടല്ലോ അതൊന്ന് കാണിച്ചു തരാം. ഞാൻ അത് കണ്ടിട്ട് കാണിച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. ജീവജാലങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഉടനെ ഇത് കാണുന്നുണ്ടാവില്ല ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നത് നേരത്തെയുള്ള ആ ധാബയുടെ അടുത്തായിരിക്കും ഈ നായയുടെയൊക്കെ കൂടെയുള്ള ആൾക്കാരുണ്ടാവുന്നത്. വളരെ സാവധാനം ഇരിക്കുകയാണ്. ഭക്ഷണം ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇന്നലെ NDRFിന്റെയും ഒക്കെ സംഘങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ കൂടെയുള്ള മറ്റ് ജീവികളൊന്നും ജീവനോടെ ഉണ്ടാവണം എന്നില്ല. പല പൈക്കളും ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നത് കണ്ടു. ഇതേപോലെ നായ്ക്കൾ തെരഞ്ഞു നടക്കുന്നു. കാല് മുറിവേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാവധാനം മുടന്തി നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാല് വയ്യ നോക്കൂ, കാല് ഉയർത്തുന്നുണ്ട്. കാല് വയ്യ എന്നുള്ളതാണ്. വാവ നോക്കൂല്ലേ, ഇത്ര സാധുവായ ഒരു ജീവിയാണ്. വളരെ സ്നേഹത്തോടു കൂടി അവൻ നമ്മളെ വിളിക്കുകയൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിവിടുത്തെ സകല ജീവജാലങ്ങളുടെയും ഒരു അവസ്ഥ കൂടിയാണ്. ഇവനെ ഒരുപക്ഷെ നന്നായിട്ട് വളർത്തിയിരുന്ന ഒരു കുടുംബമായിരിക്കും ആ കുഞ്ഞടക്കമുള്ള ആ ധാബയിൽ ഉണ്ടായിരുന്നത്. അവരുടെ ജീവനാണ് ആ മണ്ണിടിച്ചിൽ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ്. വളരെ സ്നേഹത്തോടു കൂടി ഇരിക്കുകയാണ്. എനിക്കതിനകത്ത് ഭയങ്കര പിന്നെ അരുണ് ചെയ്തത് ആത്മാർത്ഥമായിട്ടാണോ ഇല്ല എന്നുള്ളതല്ല വിഷയം. എനിക്ക് ആ പട്ടിയുടെ പിന്നെ ആ പട്ടിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അരുണിൻ്റെ ഒരു പിന്നെ വലിയ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കരുതുന്നു. ഈ പട്ടികളെ വളർത്തുന്നവർക്കറിയാം പട്ടികൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത്. കണ്ണൂരിലെ പട്ടികൾക്കറിയില്ല കേട്ടോ. കണ്ണൂരിലെ പട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കണ്ണൂരിലെ പട്ടികളൊക്കെ പട്ടികളല്ല, പിന്നെ ഇങ്ങനത്തെ പട്ടികളല്ല, അവർ ചെന്നായ്ക്കളാണ്, മനുഷ്യനെ കൊല്ലുക ബാക്കിയുള്ളത്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡോക്ടർ അരുൺ ഇന്ന് ഈ പട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പം പട്ടി എന്താണെന്ന് അറിയാത്ത, പട്ടി ഇന്നുവരെ പിന്നെ നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ, പട്ടി ഹറാമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക്, പിന്നെ പട്ടിയെ തൊട്ടാൽ പിന്നെ പിന്നെ കുളിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് പട്ടി എന്താണെന്നാണ് പഠിപ്പിച്ചു കൊടുത്തു അരുൺ. ഇരട്ട ഒരു 58 സെക്കൻഡ് നേരം നീണ്ട ഒരു വീഡിയോയിലൂടെ. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർക്ക് പട്ടി ഹറാമാണേ. അവർക്ക് പിന്നെ പിന്നെ ഈ ലോകത്ത് മനുഷ്യനോട് ഏറ്റവും ചേർന്ന് ജീവിക്കുന്ന ജീവികളിലൊന്നാണ് പട്ടി. അത് മനസ്സിലാക്കണം. പട്ടികൾ ഡൊമസ്റ്റിക് ആനിമൽസിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനോട് ഇടുകിച്ചേർന്ന് ജീവിക്കുന്ന ജീവികളാണ്. അതിപ്പോൾ ഏത് ബ്രീഡോ ആകട്ടെ, അതാത് കാലഘട്ടത്തിനനുസരിച്ച് അതായത് സാഹചര്യത്തിനനുസരിച്ചുള്ള ബ്രീഡുകളെ നമ്മൾ വളർത്തുന്നതിലൊക്കെ നമുക്ക് ഭയങ്കര പിഴവ് പറ്റാറുണ്ട്. നമ്മൾ ഈ മറ്റേ ഹൈക്കിയെ കൊണ്ടുവരും, പിന്നെ ജർമ്മൻ ഷെപ്പാർഡിനെ കൊണ്ടുവരും, മറ്റേ റോട്ട് വീലറിനെ കൊണ്ടുവരും. റോട്ട് വീലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ യജമാനെ പാടുള്ളൂ, വൺ മാസ്റ്റർ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സാധനം കയറി പിന്നെ ആ കടുവ പിടിക്കുന്ന മാതിരി പിടിക്കും. പട്ടി മാത്രമല്ല, ഇപ്പോൾ ഗൾഫിലൊക്കെ നോക്കിക്കുന്നത് നിങ്ങൾ പുലിയും കടുവയും സിംഹത്തെയും വരെ പിന്നെ ഈ അറബികൾ വളർത്താറുണ്ട്. പക്ഷെ അതും അപകടകരമാണ്. കാരണം അത് ഇപ്പം ഈ പട്ടി കടിച്ചാൽ ഇത്രയേ ഉള്ളൂ. പട്ടി ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഒരു ചെറിയ മുറിവുണ്ടാവും. സിംഹവും കടുവയും പുലിയൊക്കെ വളർത്തുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു പിന്നെ ഒരു അറബി പയ്യനെ പിടിച്ചത്. കാരണം രസത്തിന് വളർത്തിയൊക്കെ കഴിയുമ്പോൾ ഇതിനെ എപ്പോഴെങ്കിലും പ്രൊവോക്കേറ്റഡായി കഴിഞ്ഞാൽ അതിൻ്റെ പിടുത്തം പിടിയാണ്. ഈ ഇരപിടുത്തം മൃഗങ്ങളുടെ മുഴുവൻ കഴുത്തുമല. അവരുടെ ഹണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പിട്ടെയാണ് പിടിക്കുക, നേരെ പിന്നെ അനങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരെ ബേക്കിൽ കടിക്കും. ഈ പിന്നെ ഇത്തരം പിന്നെ വന്യമൃഗങ്ങൾ പിന്നെ അവർ ഈ പിന്നെ പോത്തിനെയോ അല്ലെങ്കിൽ പിന്നെ ആടിനെയോ ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഇവരുടെ ഈ ഗൂഹ്യഭാഗത്ത് പോയിട്ട് കടിക്കും. അനങ്ങാൻ പറ്റുമോ മനുഷ്യന്? നമുക്ക് തന്നെ അങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്താ, കടിക്കണ്ട, പിടിച്ചാൽ നമുക്ക് പിന്നെ അനങ്ങാൻ പറ്റുമോ? അപ്പം ഇതാണ് സ്ഥിതി. അപ്പം ഞാനിങ്ങനെ ഈ പട്ടിയെക്കുറിച്ച് കുറേ ആലോചിച്ചു. കാരണം എൻ്റെ വീട്ടിൽ എനിക്കൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് തൊട്ടേ വീട്ടിൽ പട്ടിയുണ്ട്. ഓർമ്മയില്ല, അന്ന് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ഈ പിന്നെ ഒരു അങ്ങനത്തെ സ്പെഷ്യൽ ബ്രീഡിലുള്ള പട്ടിയെ കൊണ്ടുവന്ന ഒരു വൈറ്റ് കളർ പട്ടി അന്ന് നാട്ടിൽ അപൂർവമാണ്. എല്ലാം ഈ ബ്രൗൺ കളറാണ്.
ആ സമയത്ത് പപ്പ ഒരു പട്ടിയെ ബാംഗ്ലൂരിൽ നിന്ന് പപ്പയുടെ സുഹൃത്ത് ഇങ്ങനെ എത്തിച്ച്, ഞങ്ങൾ വാടക വീട്ടിലൊക്കെ കേട്ടോ താമസിക്കുന്നത്. എന്നിട്ട് പട്ടിയെ കൊടുത്തില്ല, ലൈഫ് ലക്ഷറിയാ, വാടക വീട്ടിലാണ്. കാരണം സ്വന്തമായിട്ട് വീട് വെക്കാനും പൈസ ഒന്നുമില്ല, സ്വന്തമായിട്ട് വീടുമില്ല അന്ന്. 1ാം ക്ലാസ്സിലെ പിന്നെ ചേരുന്നതിന് തൊട്ട് മുമ്പാണ്. പിന്നെ അതിന് പിന്നെ ഡെന്നിന്ന് പേരിട്ടു. പിന്നെ പട്ടി ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. ആ പട്ടി അത് പിന്നെ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറുക്കന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടുകാർ ഈ അവിടെ ഇവിടേക്ക് കോഴി വേസ്റ്റിനകത്ത് വിഷം വെച്ചു. പട്ടിയെ ഞങ്ങൾ ഒരു 10-11 മണിക്ക് അഴിച്ചുവിടും പപ്പ, കാരണം ഇതിൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്താൻ. അത് കഴിഞ്ഞിട്ട് എന്നെ കമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരും, ചങ്ങലത്തോട്ട് തന്നെ വരും. കൂടൊന്നുമില്ല ഞങ്ങൾക്കൊന്ന്, കാരണം കൂടൊന്നും വെച്ച് താമസിക്കാൻ പറ്റുന്നൊരു സൗകര്യമൊന്നുമല്ല. ഞങ്ങൾ ഒരു കുഞ്ഞു വീടാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് ചെറിയ വീട് വെച്ചത്, ഓലപ്പരയാണ്. അപ്പോൾ ഇത് തിരിച്ചു വന്ന് പിന്നെ ചങ്ങലക്കിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെ ഷിവർ ചെയ്യാൻ തുടങ്ങി. ഇത് കിടന്ന് മോങ്ങാൻ തുടങ്ങി, കുരയ്ക്കലല്ല, നമ്മൾ മുമ്പിൽ തന്നെ പിടഞ്ഞ് ചത്തുപോയത്. മറക്കില്ല, അന്ന് ഞങ്ങളെ വീട്ടിലാരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ കരഞ്ഞ ദിവസമാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് കളിക്കായിരുന്നു. നമ്മളെ മേത്തേക്ക് പാഞ്ഞു കയറും, ഇതിനെന്നും കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. ആരെ കണ്ടാലും കുരച്ച് പിന്നെ പ്രശ്നം ഉണ്ടാക്കും, എന്തും ചെയ്യായിരുന്നു. അങ്ങനെ സാധനമായിരുന്നു. പിന്നീട് പിന്നെ ഞാനൊരു പിന്നെ ഒരു പിന്നീട് നാടൻപട്ടിയെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഈ എൻ്റെ നാട്ടിൽ കൂടി പോകുമ്പോൾ, ബൈക്കിന് പോകുമ്പോൾ റോഡരികിൽ പട്ടി ഇങ്ങനെ വെളുത്ത നിറത്തിൽ പുള്ളികളുള്ളൊരു പട്ടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് മഴ നനഞ്ഞിരിക്കുക, എൻ്റെ തള്ള എവിടെന്നോ മിസ്സായി പോയതാണ്. ഞാനിതിനെ പിടിച്ച് ബൈക്കിൻ്റെ ഇതിൽ പിന്നെ ഇരുത്തി കാലുകൊണ്ട് ലോക്ക് ചെയ്ത് പിന്നെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കൊണ്ടുപോയി വീട്ടിൽ. ഈ 2 പട്ടികളും പിന്നെ നല്ല കമ്പനിയായി. പിന്നെ 2ാമത്തെ പട്ടിയും പിന്നെ പോയി. ആദ്യത്തെ പട്ടി പിന്നെ കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ പട്ടി ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് വീട് മാറിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇവർ പിന്നെ ഞാനില്ല, ഞാൻ ഗൾഫിൽ പോയി. എൻ്റെ അനിയത്തിമാർ വീട് മാറുന്ന സമയത്ത് ഈ പട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടിയെ അന്ന് പോകുന്ന സമയത്ത് ഇവർ ചങ്ങലത്ത് കഴിച്ചു, വണ്ടി കയറ്റി കൊണ്ടുവന്ന് എഴുതിയാണ്. ഇത് ഓടിപ്പോയി അതിലൊക്കെ കറങ്ങി നടന്ന് ഇവർ പിന്നെ അങ്ങ് പോയി. എൻ്റെ അനിയത്തിമാരും മമ്മിയും കൂടി പോയി വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത്, നാട്ടുകാരെല്ലാം കൂടി കൂട്ടി വീട് ഷിഫ്റ്റ് ചെയ്ത് 5-6 കിലോമീറ്റർ ദൂരത്താണ്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പട്ടി വന്നിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ആരെയും കാണാനില്ലല്ലോ. ഇത് അവിടെ കിടന്നിങ്ങനെ കരയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുരയ്ക്കല്ല, ഇതിങ്ങനെ ഈ പിന്നെ ഊരിയിടുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അയൽവക്കാരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ആ പട്ടിയെ കൊണ്ടുപോകും, അതിൻ്റെ കരച്ചിൽ കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് കൊണ്ടുപോയി. പിന്നെ അതും പിന്നെ മിസ്സായിപ്പോയി. ഓക്കെ. പിന്നെ ഞാനൊരു പട്ടിക്കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് 2020 2020 ഞാനും എൻ്റെ സുഹൃത്ത്, എന്നോട് ഇന്ന് 2 സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞോളൂ, നീ ആൾക്കാരെ പേര് പറയരുതെന്ന്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ സുഹൃത്ത് കരീം, എൻ്റെ പപ്പയേക്കാളും പ്രായം കൂടിയ ആളാണ്. ഞങ്ങൾ 2 കൂടി ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ ഒരു പട്ടിക്കുട്ടി ഇതേപോലെ തന്നെ പിടുത്തം വിട്ടിരിക്കുന്നുണ്ട്. അതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷേ അതിനെ കണ്ടു കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ് ലുക്കായിരുന്നു. അതിനെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ അപ്പോഴും കരുതുന്നത് വെച്ചാൽ കുറച്ച് പരിചരിച്ചിട്ട്, ഇതാകെ പിന്നെ പിടുത്തം വിട്ട് അല്ലെങ്കിൽ വഴിയരികിൽ കിടന്ന് ഞാവും കരുതി, പരിചരിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഇതിനെ പറഞ്ഞേക്കാം. അപ്പോൾ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് പകല് വീട്ടിനുള്ളൊക്കെ കിടത്തും. പിന്നെ രാത്രിയാകുമ്പോൾ പുറത്താക്കും, കാരണം വെച്ചാൽ ഇത് അപ്പിട്ടാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ രാത്രി മുഴുവൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ 1 മാസം ഞാൻ നോക്കി. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ പാലക്കാട് കൊപ്പത്ത്, പട്ടാമ്പിക്കടുത്ത് കൊപ്പത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്നും രാവിലെ പോവും, വണ്ടിയെടുത്ത് പോവും, തിരിച്ചു വരും. അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എൻ്റെ സുഹൃത്ത് അവിടെ CEO ആയിട്ടിരിക്കുമ്പോൾ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ അതിന് മുമ്പ് ഇതിനെ ടെറസിൽ കൊണ്ടു കിടത്തും, പുറത്തിടില്ല. വലിയ വേറെ എന്തെങ്കിലും പട്ടികൾ വന്ന് ആക്രമിച്ചില്ലാന്ന് ടെറസിൽ കൊണ്ടെടുത്ത് ടെറസിലൊക്കെ ഇത് വൃത്തിയേടാക്കും, കാരണം വിസർജിക്കണ്ടേ അതിന്. അങ്ങനെ അതിനെ നോക്കി ആ പട്ടിക്ക് ഞാൻ പേരിട്ടത് എന്താ അറിയോ? അന്ന് ഞാൻ ഭാര്യയായിട്ട് പിരിഞ്ഞ് നിൽക്കുക. ഞാൻ അവളെ പേരിട്ടു. അവളെ പേര് സൗമ്യ എന്നാണ്. പക്ഷേ എൻ്റെ പെങ്ങളെ മോനൊക്കെ ചെറുത്താണ്. അപ്പം ചൗമി എന്ന് വിളിക്കുക. അപ്പോൾ ഞാനിതിനെ ചൗമി എന്ന് വിളിക്കാൻ തുടങ്ങി. അന്നത്തെ ഒരു ഭ്രാന്താണ്. ചൗമി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ വരെ എൻ്റെ മടിയിൽ കയറിയിരിക്കും. ഞാൻ എന്നും കുളിപ്പിക്കും. പിന്നെ അതിനെ ഞാൻ എന്താട്ടി, ഞാൻ അവിടെ നിന്ന് പിന്നെ ഈ ജോലി സ്ഥലത്തേക്ക് എന്നെ താമസം മാറ്റാൻ തീരുമാനിച്ചു, പട്ടാമ്പിലേക്ക്. അങ്ങനെ താമസം മാറ്റാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഓട്ടോ ഡ്രൈവറെ പ്രദീപ് എന്ന് പറയും, ചുങ്കത്തറയിലുള്ള അവനോട്. അപ്പോൾ അവൻ എന്നോട് പട്ടിക്കുട്ടി എപ്പോഴും ചോദിക്കാം. ഞാൻ പറയും ഇപ്പോൾ കൊടുക്കില്ല, കുറച്ചുകൂടി വലുതാവട്ടെ. അപ്പോഴും ഞാൻ പറയും, എടാ അത് പിന്നെ ഇതിൻ്റെ ഡാഡി അല്ലെങ്കിൽ അമ്മ, ഒന്ന് ജർമ്മൻ ഷെപ്പേർഡ്, ഒന്ന് നാടനുമാണ്. ഡാഡിയാണോ അമ്മയാണോ പിന്നെ മമ്മിയാണോ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് എനിക്കറിയില്ല, ക്രോസാണ് സാധനം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അവൻ ഒരു ദിവസം കൊണ്ടുപോയി പിന്നെ വന്ന് ഇതിനെ കൊണ്ടുപോയി ഞാൻ മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൊണ്ടുവന്നത് ഇത് ഭയങ്കര കരച്ചിൽ പോലെയായിരുന്നു, പിടിച്ച് വണ്ടിക്കകത്തൊക്കെ എത്തുമ്പോൾ.
അതേപോലെ എൻ്റെ വീട്ടിൽ കീരിയെ വളർത്തിയിട്ടുണ്ട്, അണ്ണാനെ വളർത്തിയിട്ടുണ്ട്. അണ്ണാനെ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ആടുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, താറാവുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയിട്ട് താറാവിനെ മേടിച്ചത് ഞാനാണ്. ഈ റോഡരിൽ കൂടി ഈ താറാവ് കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ആൾക്കാർ പോകുമല്ലോ. അപ്പോൾ എനിക്ക് താറാവ് കുഞ്ഞുങ്ങളെ മേടിക്കണം, 5 മേടിച്ചു. അതിൽ പിന്നെ ഈ ഒരു താറാവ് കുഞ്ഞ് അതിനിടയ്ക്ക് എന്തോ ഈ തീറ്റ തിന്നാൻ വേണ്ടി നടക്കുമ്പോൾ ഒരു കല്ല് വീണിട്ട് അതിൻ്റെ കാല് ഇതായി. എൻ്റെ അനിയത്തി രാജി ഇതിന് എന്നും അവൾ കോളേജിൽ പോണതിന് മുമ്പ് ഇതിന് തൈലം തേച്ച് കൊടുക്കും. ഇത് മനുഷ്യൻ്റെ കാലോട് ഞാൻ തൈലാണല്ലോ തേച്ച് കൊടുക്കുക. ഇവള് വൈദ്യരായി. ഞാൻ പറയാം അതിനൊന്നും ഒറ്റേറിൽ കൊന്നാൽ മതി, കാരണം എന്താ വെച്ചാൽ ഇത് നരയിപ്പിക്കണ്ട. ഇല്ല ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഇവള് വൈകിട്ട് വന്നാലും അതിന് പിന്നെ തൈലം തേച്ച് കൊടുക്കും. പിന്നെ എന്താ എനിക്ക് തോന്നുന്നു തുണിയിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് കുറച്ച് ചെറിയതായിട്ട് പിഴിഞ്ഞിട്ട് എന്നിട്ട് അതുകൊണ്ട് ചൂട് പിടിച്ച് കൊടുക്കും. ഇങ്ങനെയൊക്കെ അവസാനം ആ താറാവ് കുഞ്ഞ് ചത്തുപോയി. ഈ ഞാൻ പറഞ്ഞല്ലോ പശുട്ടായിരുന്നു, ആടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പൂത്തിനെ വളർത്തിയിട്ടുണ്ട്. മീൻ വളർത്തിയ പിന്നെ ഈ കൂട്ടത്തിൽപ്പെടുന്നില്ലല്ലോ, നമ്മളെ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നില്ല നമ്മൾ. പിന്നെ അതേപോലെ തന്നെ ഈ മുയലിനെ വളർത്തിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ പപ്പ എനിക്ക് മുയലിനെ വേണമെന്ന് പറയുമ്പോൾ മുയലിനെ മേടിച്ചു തരും. പ്രാവിനെ വെള്ളപ്രാവിനെ മേടിച്ചു തന്നത് എൻ്റെ അയൽവക്കത്തുള്ള ചെറിയാപ്പെന്ന് പറയുന്നവരുടെ നിന്നാണ്. പിന്നെ ഈ അമ്പലപ്രാവിനെ പിടിച്ച് അതിൻ്റെ ചിറക് മുറിച്ചിട്ട് പിന്നെ ചിറക് മുറിക്കുകയല്ല, ചിറകിൽ സെറ്റിപ്പിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ട് ഇതിന് പറക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. എന്നിട്ട് കുറേ ദിവസം തീറ്റി കൊടുക്കും. പിന്നെ ഈ സേഫ്റ്റി പിൻ ഊരും, പോകില്ലത് അവിടെ നിന്ന്. ആ കൂട്ടി തന്നെ വന്നിരിക്കും. നമ്മൾ പിന്നെ അത് പുറത്തു പോയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചാലും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ എന്നാലും തിരിച്ച് കൂട്ടിൽ തന്നെ വന്നിരിക്കും. വെള്ളപ്രാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, വളർത്തുപ്രാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ അമ്പലപ്രാവിൻ്റെ നമ്മൾ ഇപ്പം എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ പെരുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ണാനെ ഞാൻ പിടിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയോ? എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധിയാണ്. വീട്ടിൽ നമ്മൾ ഈ എലിക്കണി വെച്ചിട്ട് എലിനെ പിടിക്കുമല്ലോ. അപ്പോൾ എലിക്കണി വീട്ടിലുണ്ട്. ആ എലിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ വല്ല ഉണക്കമീൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ മീൻ്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഈ എലി അത് തിന്നാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ട് ഇതുമ്പോൾ കൊളുത്തുമ്പോഴാണ് ഈ ലോക്ക് വീഴുക. പഴയ എലിക്കണി കേട്ടോ, ഇപ്പോഴത്തെ എലിക്കണി എന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുക, അപ്പോൾ എനിക്കൊരു തോന്നൽ അണ്ണാൻ ഇഷ്ടം പോലെ പ്രദേശത്തുണ്ട്. അപ്പം പിന്നെ ഈ പഴങ്ങളുടെ സീസണും അല്ല, ചക്കയുടെ അല്ല മാങ്ങയുടെ എല്ലാം ഒന്നും സീസണല്ല, മൊത്തം മാവും തൊട്ടാണ്. ഞാൻ ഈ എലിക്കണിക്കകത്ത് പഴത്തിൻ്റെ ചെറിയ കഷ്ണം വെച്ചിട്ട് കൊണ്ടുപോയി വെക്കും. അണ്ണാൻ വന്ന് കൊടുങ്ങും. ഈ അണ്ണാനെ കൊണ്ടുവന്നിട്ട് ഞാൻ തത്തമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അതിനകത്ത്. പിന്നെ അതിൽ കൊണ്ടുവന്നിടും. ഈ പ്രാവിനെയൊക്കെ ആദ്യം വളർത്തി അതിനകത്താണ്. പിന്നെ പ്രാവിനൊക്കെ വേറെ പിന്നെ ഈ തക്കാളിപ്പെട്ടി ഉണ്ട് അന്ന് മരത്തിൻ്റെ, അതിനകത്ത് പിന്നെ അതുകൊണ്ട് പിന്നെ കൂടുണ്ടാക്കിച്ച് ഞങ്ങൾ. അങ്ങനെയാണ് പിന്നെ പ്രാവിനെ പിന്നെ വളർത്തിയത്. പിന്നെ ഒക്കെ നിർത്തി, എല്ലാം ഒഴിവാക്കി. ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ വീടൊക്കെ അങ്ങനെ വിട്ടു പോകുന്നില്ലേ. അതിൽ ഞാൻ ഈ അണ്ണാനെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിടും. അടുത്ത അണ്ണാനെ പിടിക്കും. പഴം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 അണ്ണാനെ കിട്ടുക. അണ്ണാനെല്ലാം കൊണ്ടുവന്നിട്ട് ഞാനിവിടെ പിന്നെ കൂടില്ല. പിന്നെ പപ്പ എന്നോട് ചീത്ത പറഞ്ഞു, ഈ പിന്നെ പുറത്തിറക്കുന്ന ഈ സാധനത്തിന് കൊണ്ടുവന്നിട്ട് എന്ന് പറയും. അതിൽ അണ്ണാനെ പിടിച്ചിട്ട് അണ്ണാനും എന്നും പിന്നെ വീട്ടിൽ പശുവുണ്ട്, പാല് കൊടുക്കും, പഴം കൊടുക്കും, ഒക്കെ കൊടുക്കും. ഞാൻ പഴം തന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ വീട്ടിലാരും പഴം തന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ പിന്നെ ഇതിന് കൊടുക്കും. പിന്നെ അണ്ണാന് ഒരു കുഞ്ഞ് പിന്നെ ഈ അണ്ണാൻ പിന്നെ ഞങ്ങൾ ഈ ചകിരിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലിട്ടും. കാരണം ഇതിന് കുഞ്ഞുങ്ങളുണ്ടാവണ്ടേ, അപ്പോൾ ഇതൊക്കെ വേണമല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് ഈ അണ്ണാൻ പ്രസവിച്ചു. പിന്നെ ഞങ്ങൾ കൂട് തുറന്നു വിട്ടിട്ട് ഈ അണ്ണാനുകളൊന്നും വളർന്നു വിട്ടു പോയിട്ടില്ല. ഞങ്ങൾ ഓടിൻ്റെ ഇടയിലൊക്കെ വീടിൻ്റെ അപ്പോഴേക്ക് ഞാൻ ഓടാക്കി വീട്, ഇതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഇവർ കൂട് കൂട്ടിയിട്ട് അവിടെ തന്നെ താമസാക്കിയല്ല. അതേപോലെ കീരിയെ വളർത്തുക. കീരിയെ ലോകത്ത് വളർത്തിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ കോഴിയുള്ളതാണ്. കീരി കോഴിയെ പിടിക്കും എന്നുള്ളതാണല്ലോ പൊതുവെയുള്ള ധാരണ, പാമ്പിനെ മാത്രമല്ലല്ലോ. അപ്പോൾ പപ്പയ്ക്ക് പിന്നെ അത് ഇതിനൊക്കെ മുമ്പാട്ടോ, ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ അണ്ണാൻ്റെയൊക്കെ കാര്യം പറയുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ 2-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് പപ്പയ്ക്ക് പിന്നെ എന്തോ പരിക്ക് പറ്റി കിട്ടിയ ഒരു പിന്നെ കീരിക്കുട്ടിയെ കിട്ടി. പപ്പയ്ക്ക് കീരിക്കുട്ടിയെ വീട്ടിൽ കൊടുന്ന് അതിനെ ശുശ്രൂഷിച്ച് അതിന് പിന്നെ ഓയിൻമെൻ്റൊക്കെ പറ്റി കൊടുത്ത് ഇതിന് പാല് കൊടുക്കുക, ഇങ്ങനെയൊക്കെ വളർത്തി, ഇതിനെങ്ങനെ വളർത്തി. ഇറച്ചി കഷ്ണം കിട്ടിയ വലിയ സന്തോഷമാണ്. ഈ കീരിക്കുട്ടി വളർന്നു, വലിയ കീരിയായി. അറിയാലോ, നമുക്ക് കീരിയുടെ സൈസ് അറിയാലോ. മൂർഖൻ പാമ്പിനെ രാജഗോപാലനെ കണ്ട വിടാത്ത സാധനമാണ് ഇത്. അതിന് പിന്നെ കൂടൊന്നും വേണ്ട, അത് എവിടെയും കടന്നോളും. പപ്പ രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കാൻ പോകുമ്പോൾ പപ്പൻ്റെ കൂടെ ഒരു 100 മീറ്റർ ദൂരമുണ്ട് ഈ തൊഴുത്തിലേക്ക്, ഒരു പിന്നെ റോഡിൽ കൂടി പോകണം. ഇപ്പം അതൊക്കെ പിന്നെ ടാർ റോഡായി, അന്ന് പഞ്ചായത്ത് റോഡ്. ഈ കീരി പപ്പൻ്റെ പുറകെ പോകും. കാരണം അവിടെ ഈ തൊഴുത്തിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിന് പാലൊഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ പശുവിൻ്റെ അകിട് കഴുകാനൊക്കെ വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ ഈ പാത്രവും പപ്പ എന്നും ക്ലീൻ ചെയ്യും. അങ്ങനെ ഈ കീരിനെ ഞങ്ങൾ വളർത്തി. പക്ഷേ ഞങ്ങൾ പിന്നീട് വീട് താമസം മാറ്റി. കീരി വലുതായി.
ഞങ്ങളെ കോഴിയിൽ ഒന്നും പിടിക്കില്ല, ഒന്നിനും പിടിക്കില്ല. അതിന് വേണ്ട ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പാമ്പും വരില്ല, ഒരൊറ്റ പാമ്പ് ആ ഭാഗത്തേക്കൊന്നും വരില്ല. പിന്നെ ഞങ്ങൾ താമസം മാറ്റിയ സ്ഥലത്തൊക്കെ പാമ്പ് ഇഷ്ടം പോലെ വരുന്നത്, കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ പിന്നെ ഈ കീരി ഞങ്ങൾ താമസം മാറ്റിക്കഴിഞ്ഞപ്പം ഈ കീരി അന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്തൊക്കെ അയൽവക്കാർക്കൊക്കെ ഈ കീരിനെ അറിയുന്നതിന് പിന്നെ ഇതിനെ കണ്ട ആരും ഒന്നും കല്ലെറിയൊന്നുമില്ല. അങ്ങനെ പിന്നെ കോഴികളുമായിട്ട് ഇഴകി ജീവിച്ചു പോയി. അതിൽ പിന്നെ ഈ കീരി ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റിയപ്പോൾ ഈ കീരി പഴയ പോലെ തന്നെ അവിടെ നിന്ന് കറങ്ങാനിറങ്ങി. അപ്പം ഈ കോഴികളെല്ലാം കൂടി കീരിനെ കണ്ട ചിറകൊക്കെ പറത്തി ആകെ കൊക്കി ആകെ പിന്നെ ഒച്ച ഉണ്ടാക്കുമല്ലോ. അത് വീട്ടുകാർ നോക്കുമ്പോൾ കീരിയാണ്, കീരി കോഴിനെ പിടിക്കാൻ വന്നതല്ലേ. ഇവർ കല്ലെടുത്ത് എറിഞ്ഞു, കീരി എത്തും. കാരണം ഈ കീരിക്ക് മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പേടിയില്ല. കാരണം ഞങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജീവിക്കുന്ന സാധനമാണ്, ഞങ്ങളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യനെ കണ്ടിട്ട് പേടിച്ചില്ല, കാരണം എന്നെ ആക്രമിക്കുന്നുള്ള തോന്നലില്ല. അങ്ങനെ പിന്നെ ഈ കീരി ചത്തുപോയി. ഒന്നും ഭയങ്കര സങ്കടമായി പോയിരുന്നു. കാരണം ആ കീരി എന്നെ കൊല്ലുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പോണേ, ഈ കീരി കോഴിയെ പിടിക്കാനും പോയതല്ല. അതേപോലെ തന്നെ പൂച്ച എൻ്റെ വീട്ടിൽ വളർത്താൻ മമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം മമ്മീൻ്റെ ചെറുപ്പത്തിലൊക്കെ മമ്മീൻ്റെ വീട്ടിൽ പൂച്ച ഉണ്ടാകുമ്പോൾ ഈ പൂച്ച കലത്ത് പോയിട്ട് തലയിടും, ഇങ്ങനെയൊക്കെയുള്ള അടുക്കളയിൽ കയറുന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് പൂച്ചനെ അറപ്പാണ്, പൂച്ചനെ വളർത്താൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ പൂച്ചനെയും പിന്നെ വളർത്തിയിട്ടുണ്ട് എൻ്റെ പെങ്ങൾ. അവൾ എറണാകുളത്ത് ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ അവൾ താമസിക്കുന്നത്. അവൾ കാക്കനാട് താമസിക്കുമ്പം കാക്കനാട് പിന്നെ കമ്മീഷണർ ഓഫീസിനടുത്ത് താമസിക്കുന്ന സമയത്ത് ഇവള് പിന്നെ ഒരു ദിവസം ഭയങ്കര കരച്ചിൽ കേൾക്കുക. അപ്പോൾ ഇവള് നോക്കുമ്പം അപ്പോൾ എനിക്ക് പൂച്ചനെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം ഈ മമ്മിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് പൂച്ചനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് സാധനമാണ്. നമ്മൾ പൂച്ചനെ വളർത്തിയിട്ടേ ഇല്ല വീട്ടിൽ, ഒരിക്കലും പൂച്ചനെ വളർത്തിയിട്ടില്ല, ഇപ്പോഴും വളർത്തുന്നില്ല. അതിൽ പൂച്ചേൻ്റെ കരച്ചിൽ എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം, എന്തോ ശബ്ദം കേൾക്കുന്നു. ഇവളിങ്ങനെ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു പൂച്ചക്കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, ഒരു അണ്ണാൻ്റെ വലുപ്പമുള്ളൊരു പൂച്ചക്കുഞ്ഞ്. അതിൽ ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവളെന്താട്ടി, കാരണം തള്ളയ്ക്ക് മിസ്സായതാണ്. മധുരടിയിട്ട് പോയപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റി, ഇതിനെ മിസ്സായിപ്പോയി കനത്ത മഴ പെയ്തപ്പോൾ 2018 പ്രളയത്തിൻ്റെ സമയത്താണ്, കനത്ത മഴയുടെ സമയത്താണ്. ഇവൾ ഈ പൂച്ചക്കുഞ്ഞിനെടുത്ത് പിന്നെ കാരണം അതിനങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചത്തുപോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മഴ നനഞ്ഞ് കിടക്കുക, കണ്ണ് തന്നെ ശരിക്കും തുറന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രസവിച്ച ഉടനെയൊക്കെയാണ് ഇവൾ കൊണ്ടുവന്ന് ഈ പൂച്ചക്കുഞ്ഞിനെ പരിചരിച്ച്, കാരണം ഇവളുടെ ഒരു സ്വഭാവമൊക്കെ ഇവൾ മനുഷ്യന്മാരെ പരിചരിക്കുന്നങ്ങനെ. ഈ പൂച്ചക്കുഞ്ഞിനെ പരിചരിച്ച് ഇതിനെ കുറച്ച് വളർത്തിയിട്ട് വലുതാക്കിയിട്ട് ഇതിന് പ്രാപ്തിയാക്കിയിട്ട് സ്വയം പ്രാപ്തിയാക്കിയിട്ട് പുറത്തേക്ക് വിടാമെന്നാണ് ഇവിടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അവൾ അങ്ങനെ തന്നെ അന്ന് പറഞ്ഞതും. അതിനൊന്ന് റെഡി ആയിട്ട് ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അതിനെ പിന്നെ പിടിച്ച് എവിടെയും കൊണ്ടിടാം. ഇതിനെ ഒരു ദിവസം കൊണ്ട് എവിടെയും കൊണ്ട് ഇട്ട് തോന്നണം എനിക്ക്, എന്നിട്ട് ഇത് തിരിച്ചു വന്നു. പിന്നെ ഇതിന് പിന്നെ അറ്റാച്ച്മെൻ്റായി. കാരണം ഇത് ഇവരെ മടിയിൽ കയറി ഇവരെ ബെഡിൽ കയറി ഒക്കെ വന്ന് വീട്ടിനുള്ളിൽ വൃത്തികളൊന്നും ആക്കില്ല. പിന്നെ അതിന് തന്നെ അറിയാം വാഷ്റൂമിൽ പോകേണ്ടെന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ പറമ്പിലെ പോകേണ്ടതെന്നുള്ളതൊക്കെ. ഇത് അങ്ങനെ വന്നിട്ട് ഞാൻ എപ്പോഴും പിന്നെ ആലോചിക്കുക, പൂച്ച വലിയൊരു പൂച്ചയായി. അപ്പം ഞാൻ എൻ്റെ ഭാര്യ തമ്മിലൊക്കെ ഡിവേഴ്സ് ആവുന്നതിന് മുമ്പ് പ്രാവശ്യം ഞങ്ങളോട് ചെന്നപ്പോൾ ഇവർക്ക് പൂച്ചനെ ഭയങ്കര പേടിയാണ്. ഈ പൂച്ച നമ്മളെ കാലുമ വന്നിട്ട് അള്ളിപ്പിടിക്കും, ഈ പട്ടിക്കുട്ടികൾ പിടിക്കുന്ന മാതിരി. ഇപ്പോഴും പറയും എനിക്ക് പേടിയെന്ന് പറയും. പിന്നെ എൻ്റെ പെങ്ങളെ മറ്റേ ചെറിയ പെങ്ങളെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ പൂച്ച വരുമ്പോൾ കാലുമ പിടിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പേടിയാണ്. ഈ പൂച്ച പക്ഷേ മറ്റുള്ളെന്നും അതിനെ കുളിപ്പിക്കും, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടിരിക്കും. ഈ പൂച്ചനെ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ പെങ്ങളും അളിയനും പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോയ സമയത്ത് എൻ്റെ കസിൻ്റെ വീട്ടിൽ ഇവർ ബാംഗ്ലൂർ പോകേണ്ടി വരും. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകേണ്ടി വരും, സേലം പഠിക്കണ പോയാൽ മതി. ഇവർ മലപ്പുറത്ത് ഇടക്കര കൊണ്ടുവന്നിട്ട് കസിൻ്റെ വീട്ടിലേക്ക് ഒരു 10 ദിവസം നീ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നോക്കാമെന്നും പറഞ്ഞു, അജി എന്ന് പറയും. ഇവൻ നോക്കാമെന്നും പറഞ്ഞു. ഇവൻ നോക്കാൻ തന്നെ റെഡിയായിരുന്നു. അവന് നന്നായിട്ട് കാരണം അതിന് ഫുഡിൻ്റെ പോലെ കൊടുക്കണം, അതിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. ഈവൻ പ്രോട്ടീൻ പൗഡർ വരെ കലക്കി കൊടുക്കിയിരുന്നു. അലാക്കിലൊരു പൂച്ച. അലാക്കിലെ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അറിയില്ല, ഞങ്ങൾക്ക് മലപ്പുറത്തുകാർക്ക് മനസ്സിലാവും. താങ്ക്സ് സയ്യിദ് മനോഹർലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ഒരു മഹാനായ മനുഷ്യൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് വാച്ച് ചെയ്യുന്നു കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ പിന്നെ എന്താ പറയുക, അസ്സലാമു അലൈക്കും. ഓക്കെ, എല്ലാവിധ പിന്നെ നന്ദി ഉണ്ടെങ്കിൽ പിന്നെ ഞാനവിടെ ഇപ്പോഴാണ് കണ്ടത്, ശ്രദ്ധിച്ചത്. എന്തായിരുന്നാലും പിന്നെ ഇങ്ങനെ ഈ പൂച്ചേനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇവർ പോയി. ഇവൻ്റെ വീട്ടിലുള്ളതൊരു നാടൻ പട്ടിയാണ്. ഈ പട്ടീനെ കെട്ടിയിട്ടിരിക്കുക, അല്ല കൂട്ടിലിട്ടിരിക്കുക. ഇതിനെ ഇടയ്ക്കും തുറന്നുവിടുക എപ്പോഴെങ്കിലും, കാരണം ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. ഈ പൂച്ചയ്ക്ക് എന്ത് പട്ടി, കാരണം ഇതെല്ലാവരുമായിട്ട് എഴുകി ചേർന്ന് അങ്ങനെ പെറ്റായിട്ട് നിന്നതല്ലേ. ഈ പട്ടി വന്നിട്ട് ഇതിനെ കടിച്ചിട്ട് ഒറ്റ കൊട്ടയിൽ പൂച്ച തീർന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് പോയിരുന്നു, ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം പിന്നെ ഈ ജീവികളുടെ മനുഷ്യനേക്കാൾ എത്രയോ മെച്ചാണ് ജീവി. പിന്നെ
ആ വീഡിയോ എന്നെ വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചു പോയി. എനിക്ക് ഡോക്ടർ അരുണിൻ്റെ പിന്നെ ജേർണലിസം പ്രവർത്തനത്തിനുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പുണ്ടായിട്ടല്ല റിപ്പോർട്ടർ ചാനലിൽ. കാരണം അരുണ് 24-ലാകുമ്പോൾ തലയിലെ കെട്ടി ലോറിയിലൊക്കെ പോയിട്ട് ഈ മുട്ടിൽ മരമുറിക്കാരായിട്ടുള്ള അച്ചായന്മാരെ തോട്ടത്ത് പോയിട്ട് അവർ പിന്നെ മരം മുറിച്ച കഥയും അവർ കട്ടുകൊണ്ടായ കഥയും അവർ നാട്ടുകാരെ പറ്റിച്ച കഥയും അവർ തട്ടിപ്പ് നടത്തിയ കഥയും എല്ലാം പറഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ വലിയ ഓഫർ കിട്ടിയപ്പോൾ പിന്നെ അധ്യാപക ജോലി വരെ രാജിവെച്ചിട്ട്. അധ്യാപക ജോലി ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്തായ ജോലിയാണ്. ഒരു അധ്യാപകനായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മൂപ്പരൊന്നും കുട്ടികളെ ഗൈഡ് ചെയ്യാതിരുന്നത് നന്നായി, കാരണം ഇതാണ് മനസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത ആള് 1 മാസം കഴിയുമ്പോണ്ട് ഇവർ വലിയ ഓഫർ കൊടുത്തപ്പോൾ അധ്യാപക ജോലിയും രാജിവെച്ചിട്ട് പിന്നെ മുട്ടിൽ മരം മുറിക്കാർക്കെതിരെ ഒരു വർത്തനമില്ല. അവരുടെ അടുത്ത് ഓച്ചാനിച്ച് നിന്നിട്ട് സാറെന്ന് വിളിച്ച് എഡിറ്റോറിയൽ ബോർഡിൽ വരെ ഇപ്പോൾ അവരായിരിക്കുന്നത്. ഞാൻ ലോകത്ത് ഒരു ചാനലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന് ഉടമയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്നൊരു എഡിറ്റോറിയൽ പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നതോ ചാനലിൻ്റെ ഫേസ് ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഐക്കോണിക് ഫിഗറായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് മുതലാളിമാർ അങ്ങനെ ഉണ്ട്. മാപ്പിളയുടെ കുടുംബത്തിൽ നിന്ന് ആരും ഐക്കോണിക് ഫിഗറായിട്ട് വരുന്നില്ല. ജോണി ലൂക്കോസാണ് വരുന്നത് മനോരമ ന്യൂസിൽ. മാതൃഭൂമിയിൽ ശ്രേയാംസ് കുമാർ അല്ല വരുന്നത്. മാതൃഭൂമിയിലും അതിന് പറ്റിയ ആൾക്കാരാണ് വരുന്നത്, പ്രൊഫഷണൽസാണ് വരുന്നത്. ലോകത്ത് ഒരു ചാനലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഈ മരമുറിക്കാരൻ വന്നിട്ട് പിന്നെ അവൻ പറയുക, അവനെ സാറെന്ന് പറഞ്ഞ് ഇവർ പറയുക, ലോകത്തുള്ള എല്ലാ വിഷയത്തെക്കുറിച്ച് അവൻ അഭിപ്രായം പറയുക. ജേർണലിസത്തിൻ്റെ ABCD അറിയില്ല, എനിക്കും അറിയില്ല കേട്ടോ, എനിക്കറിയാത്തത് പറഞ്ഞാൽ. പക്ഷേ ഞാൻ എൻ്റെ വ്ളോഗിലല്ലേ ഇങ്ങനെ, ഞാനിതുപോലെ ചാനലിൻ്റെ ഫീസൊന്നുമില്ല. എന്തായിരുന്നാലും പട്ടിയെ പരിചയപ്പെടുത്തിയതിലൂടെ മനുഷ്യന് ഈ പട്ടിയോടുള്ള അസ്പർശ്യത, മൃഗങ്ങളോടുള്ള അസ്പർശ്യത മനുഷ്യനേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണത്. അത് കയ്യുമ്മ തൊട്ടപ്പോൾ കൈ പൊക്കി കൊടുക്കുന്നില്ലേ, കാരണം അതിൻ്റെ കയ്യിന് ഒടിവെന്തോ പറ്റിയിട്ടുണ്ട്. അതിന് പറയാറില്ലല്ലോ, ചേട്ടാ എൻ്റെ കൈ പൊട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് എനിക്ക് കാട്ടി കൊടുക്കണേ. സെൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൃഗങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് പട്ടികൾ, പിന്നെ കടുവകൾ, വലികൾ, ഇതിനൊക്കെ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് പെട്ടെന്നൊരു അറിവ് കിട്ടും. ഈ ട്രൈബൽസിന് കിട്ടും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെയൊന്നും മലയിടിച്ചിൽ, ഇപ്പം എൻ്റെ നിലമ്പൂരും പിന്നെ കവളപ്പാറ ഇവിടെയൊക്കെ മലയിടിച്ചിട്ടുണ്ടായപ്പം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഇടുക്കിയിലാണെങ്കിലും അങ്ങനെ അധികം പെട്ടുപോകില്ല. ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അത് പടച്ചോൻ കൊടുത്തിട്ടുള്ള പ്രത്യേക കഴിവാണ് അവർക്ക്. കാരണം അവർ പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുക. ചെറിയ ചലനം അവർക്കറിയാൻ പറ്റും, എന്താ മാറ്റം വരുന്നതെന്ന് അറിയാൻ പറ്റും. ഈ പട്ടികൾക്കൊക്കെ പ്രത്യേക കഴിവുണ്ട്. പട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പട്ടികൾക്കാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും മരിച്ചുപോയപ്പോഴും, അല്ലെങ്കിൽ പിന്നെ മരിച്ചുപോയി എന്ന് പറയുമ്പോഴും നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ ആരെങ്കിലും നോവിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പഠിച്ചോളൂ. പക്ഷേ പിന്നെ എല്ലാവരും മിസ്സായവരെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കാനാണ് എൻ്റെ യുക്തി എന്നെ പഠിപ്പിക്കുന്നത്. അപ്പം ആ കടയിലുണ്ടായിരുന്ന ആൾക്കാർ, ഈ പട്ടിയെ പിന്നെ വളർത്തിയ ആൾക്കാർ, ഇവരെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു പോയപ്പോഴും ഈ പട്ടി രക്ഷപ്പെട്ടത്. പട്ടിക്ക് പ്രകൃതിയുടെ സെൻസ് പെട്ടെന്നറിയും. മനുഷ്യന് കിട്ടാത്തൊരു സാധനം അത്. നമുക്കിപ്പോൾ പിന്നെ ഈ കിളികൾക്ക് കിട്ടും. ഈ ഒരു മരം വീഴാൻ നാട്ടുകാർ വന്നിട്ട് മരം വെട്ടുമ്പോൾ പിന്നെ കാക്കയും പൂച്ച പിന്നെ കുയിലും ഒക്കെ ചത്തുപോകും. അല്ലാതെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു മരം പിന്നെ കാറ്റടിച്ച് വീണാൽ ഒരു പക്ഷികളും പൊതുവെ അങ്ങനെ പിന്നെ നഷ്ടപ്പെടാറില്ല. അത് ദൈവം കൊടുത്തിട്ടുള്ള സിദ്ധിയാണ്. എന്തായാലും നീട്ടിപ്പരത്തി പറഞ്ഞു, ക്ഷമിക്കണം. ഞാൻ ഈ പാതിരാത്രി ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ടേ ഞാൻ മുയലിനെയും പ്രാവിനെയും പിന്നെ കുയിലിനെയും കീരിയെയും അണ്ണാനെയും ഒക്കെ വളർത്തിയ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങളെ പുറത്തെങ്കിൽ ക്ഷമിക്കണം. ഇതിലൊട്ടും രാഷ്ട്രീയമല്ല. ഞാൻ ആ സാധനം കണ്ടപ്പോൾ എനിക്ക് തുടക്കത്തിൽ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം, ആദരണീയനായ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ പോലുള്ള ആൾ പിന്നെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. തങ്ങളോട് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു പ്രത്യേകമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സിന്. ഓക്കെ.